ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഇവിടെ നിന്ന് പുതിയൊരു യാത്ര തുടങ്ങാൻ പോവാണ്. വേറെ എങ്ങോട്ടല്ല, നമ്മൾ പോകുന്നത് പോണ്ടിച്ചേരിക്കാണ്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് ക്യാൻസലായി പോയി. വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, ക്യാൻസലായി പോയി. അപ്പോൾ ഇവിടെ വരെ മെമ്മൂന് വന്നു. ഇനി ഇവിടുന്ന് ലോക്കൽ കയറി വേണം പോണ്ടിച്ചേരിക്ക് പോകാൻ. അതിന് മുമ്പ് എനിക്കൊന്ന് വാഷ്റൂം തപ്പിയെടുക്കണം. വാഷ്റൂം തപ്പി എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. 9:20 പോണ്ടിച്ചേരി എക്സ്പ്രസ്. അപ്പോൾ അതിന് വരുന്നതിന് മുമ്പ് ഫുഡും വാങ്ങണം, വാഷ്റൂമിനും പോകണം. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാണ്. അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നിരിക്കുകയാണ്. ഇവിടെയാണ് പുതുച്ചേരി എക്സ്പ്രസ് വരുന്നത്. ട്രെയിൻ കൃത്യസമയത്താണ്, കൃത്യസമയമല്ല, ബിഫോറാണ്, ഏർലിയാണ്. അപ്പം ഈ ഒരു വീഡിയോ എങ്ങനെയായിരിക്കും എനിക്കൊരു ഫീലിംഗില്ല. എങ്ങനെ പോകും നോക്കാം, അങ്ങനെ പോവാം. അങ്ങനെ നമ്മുടെ പുതുച്ചേരി എക്സ്പ്രസ് വരുന്നുണ്ട്. സീറ്റ് കിട്ടുമോ എന്തോ, ഇവിടെ ആള് കുറവാണ്. ഈ റോഡിന്റെ എഞ്ചിനാണ്. ഓക്കെ, അടിപൊളി. ആള് നോക്കി, നല്ല ആള്, സൂപ്പർ. നല്ല ആള്. പോയി കയറട്ടെ, ഇല്ലെങ്കിൽ എന്റെ ട്രെയിൻ മിസ്സായി പോകും. നമ്മളങ്ങനെ കയറി. എങ്ങനെ നാളെ 10 മണി വരെ ഇതിനകത്തിരിക്കുന്ന എനിക്കൊരു പിടുത്തം. ഞാൻ അങ്ങനെ അത്രയും ദൂരം ജനറൽ യാത്ര ചെയ്തിട്ടില്ല. അതൊന്നും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ബിഫോർ ടൈം ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഷൊർണൂർ എത്തിയപ്പോഴത്തേക്കും ലേറ്റായി. ഇപ്പം 9:52 എന്തോ ആയിട്ടുണ്ട്. ആറത് ഇപ്പൊ 9:52 ആയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ട്രെയിൻ എടുത്തിട്ടില്ല. 9:45 ആകുമ്പോഴത്തേക്കും എടുക്കേണ്ട ട്രെയിനാണ്. ട്രെയിൻ എടുത്തിട്ടില്ല. ഞാൻ എങ്ങനെ പോണ്ടിച്ചേരി വരെ ഇങ്ങനെ ഇരിക്കുമെന്നല്ലോ. എനിക്കാണ് നടുവേദനയുള്ള മനുഷ്യ സ്ത്രീയാണ് ഞാൻ. അയ്യോ, സ്ലീപ്പറിൽ ടിക്കറ്റ് ഇല്ല, സ്ലീപ്പറിൽ കിട്ടൂല. ഞാൻ ഫുള്ള് മറ്റേ റിസർവേഷൻ ചാനലിൽ കയറി അരിച്ചു കുറയ്ക്കായിരുന്നു. എല്ലാവരും പോണ്ടിച്ചേരി ഇറങ്ങാനുള്ളവരാണ്. എന്താ ചെയ്യാനാന്ന് നോക്കി. അപ്പൊ പിന്നെ നമുക്ക് ജനറലിൽ തന്നെ പോവാം. അങ്ങനെ 10:01 നമ്മുടെ ട്രെയിൻ പോണ്ടിച്ചേരി എക്സ്പ്രസ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തേക്കാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോ ആള് കൂടുവോ അതോ കുറയുമോ എന്നാണ് അറിയേണ്ടത്. അത്യാവശ്യം നല്ല ബാക്ക് പെയിൻ ഉണ്ട്. നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷൻ എത്തി. 1 മണിക്കൂർ മുമ്പേ എത്തി കേട്ടോ. 11 മണിക്ക് ഇനി ഇവിടെ നിന്ന് എടുക്കുന്നുള്ളൂ. 10:33 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പുറത്തെ MGR സെൻട്രലിൽ കിടപ്പുണ്ട് ചെന്നൈ. അപ്പം നമുക്ക് സീറ്റിൽ പോയിരിക്കാം. സീറ്റ് പോയാലോ, അതാണ് കോച്ചിന്റെ അവസ്ഥ. അങ്ങനെ 15 മിനിറ്റ് ലേറ്റോട് കൂടി പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പുതുച്ചേരി എക്സ്പ്രസ് എടുത്തേക്കാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് കോയമ്പത്തൂരാണ്. അങ്ങനെ ഒരു ഇതിന്റെ മണ്ടയില് അങ്ങനെ ഇതിന്റെ വണ്ടിയിൽ വലിഞ്ഞ് കയറി കിടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വലിഞ്ഞ് കയറിയതാണെങ്കിലും വേറെ കഴിയുമ്പോഴാണ് മനസ്സിലായത് കിടക്കാൻ പറ്റില്ല. എന്തൊരു വേദന ഈ സാധനത്തിന് കിടക്കാനായിട്ട്. നിർത്തി പറ്റുന്നില്ല. ഗുഡ് മോർണിംഗ്. ഇപ്പോഴാണ് താഴത്തെ തിരക്കൊന്ന് ഒഴിഞ്ഞത്. അപ്പോൾ ഞാൻ താഴോട്ട് വന്നിരിപ്പുണ്ട്. ഇവിടെ വൃന്ദാചലം എന്ന് പറയുന്ന ജംഗ്ഷൻ സ്റ്റേഷൻ എത്തിക്കൊണ്ട് വൃന്ദാചലം സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇത് കാലിയായി. നാളെ വൃന്ദാചലം സ്റ്റേഷൻ. കുറച്ച് മുമ്പ് വരെ താഴോട്ട് ഇറങ്ങാൻ പറ്റിയ സിറ്റുവേഷനിലായിരുന്നില്ല, നല്ല ആളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി. ഞങ്ങൾ കിടക്കാൻ ഭയങ്കര പാടാട്ടോ ഈ ലഗേജ് സാധനത്തിൽ. പക്ഷേ ഇന്ന് പോണ്ടിച്ചേരിയിൽ എത്തിയിട്ട് എടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് വേളി കയറി കിടന്നതാണ്. ഞാൻ രാത്രി നോക്കിയപ്പോഴത്തേക്കും നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇപ്പോഴും മഞ്ഞ് കാണുന്നുണ്ട്, ഞാൻ കാണിക്കാവേ.
നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. റിസർവേഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോകും. നല്ല കിട്ടിയ റൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. ഇനിയിപ്പോൾ എന്തായാലും കിട്ടിയില്ല. ഇനി അടുത്തത് തിരുവനന്തപുരം ജംഗ്ഷനാണ്. അതിനുശേഷം പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി ഒരു 10 മണിയാകുമ്പോൾ എന്തായിരിക്കും. കിണറിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അലപ്പായിരുന്നു കേട്ടോ. നല്ല അലപ്പെന്ന് പറഞ്ഞാൽ നല്ല അലപ്പായിരുന്നു. ഈ കമ്പാർട്ട്മെന്റിലല്ല ഞങ്ങൾ ഇരുന്നിട്ട് താഴെ ഇരുന്ന ഒരു ഫാമിലി ഭയങ്കര അലപ്പായിരുന്നു. ഒച്ചയും ബഹളം ഒക്കെയായിട്ട് അവർ ഉറങ്ങുമ്പോൾ ഉറങ്ങും, അല്ലാത്തപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. അതുപോലെ തന്നെ ഈ ട്രെയിനിന്റെ വാഷ്റൂം ഒക്കെ നശിപ്പിച്ച് ധാരാളം കല്ലായിട്ടേക്ക. ഒരു പ്രാവശ്യം ഞാൻ വാഷ്റൂമിൽ കയറിയിട്ടില്ല. ഭയങ്കര സ്മെല്ല് ഇപ്പൊ ഇങ്ങോട്ടന്നെ അടിക്കുന്നുണ്ട്. ഭയങ്കര വൃത്തികളാക്കിയിട്ടേക്കുക വാഷ്റൂം. എന്താണല്ലേ മനുഷ്യന്മാരെന്നാണ്. എല്ലാവരും അവരുടെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല? അല്ലെങ്കിൽ ട്രെയിനാണെങ്കിലും സ്റ്റേഷൻസ് ആണെങ്കിലും മറ്റുള്ള ബാത്റൂംസ് ആണെങ്കിലും എന്തുകൊണ്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം ഞാനിത് പറയാൻ കാരണം, നമ്മുടെ കേരളത്തില് ഞാൻ എന്തായിരുന്നു, നമ്മള് രാമേശ്വരം തോന്നും കൊല്ലം വന്നിറങ്ങിയ ആ ഒരു ടൈം, അന്ന് ഞാൻ കണ്ട ഒരു ഫാമിലിയാണ്, മലയാളിയാണ്. അവിടെ ഒരു അമ്മൂമ്മയും ഒക്കെ പോയിട്ട് എന്താണ് താഴെ ഇരുന്ന് ഞാൻ കണ്ടു, മൂത്രം കഴിക്കുന്നത് ഞാൻ കണ്ടു. താഴെ ഇരുന്ന് യൂറിൻ ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് യൂറിൻ ചെയ്തിട്ട് വെള്ളം പോലും കഴിക്കാതെ ഇറങ്ങി പോകുന്നത് എന്ത് മോശം പരിപാടിയല്ലേ. വില്ലുപുരം എടുക്കാറായി. 2 കിലോമീറ്റർ കൂടെ ഉള്ളു. വില്ലുപുരം എത്തിയിട്ട് വീഡിയോ കാണിക്കാറ്. വില്ലുപുരം ജംഗ്ഷനിലെത്തി. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പുറത്തെ സൈഡാണ് നമുക്ക് ഇത് വരുന്നത്, പ്ലാറ്റ്ഫോം വരുന്നത്. ട്രെയിൻ കാലിയായ ആൾക്കാരെല്ലാവരും ഇറങ്ങി. ഞാനൊന്ന് പോണ്ടിച്ചേരി എത്തുന്നവരൊന്ന് കിടന്നാലോ എന്ന് ആലോചിക്കുന്നു. കാരണം ഈ സാധനത്തെ കിടന്നുണ്ടല്ലോ, നടുവിൻ്റെയും ദേഹത്തിൻ്റെയും ഇപ്പോൾ ഒരു ടി വന്നായിരുന്നു ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോഴാണ് ടി വന്നത് ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട്. അടുത്ത സ്റ്റേഷൻ പോണ്ടിച്ചേരിയാണ്. എല്ലാവരും ഇറങ്ങി കഴിയുമ്പോഴാണ് ആൾ വന്നത്. പിന്നെ അതേപോലെ തന്നെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ട്രെയിനിൻ്റെ എൻജിൻ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറിയതും ഫസ്റ്റിലായിരുന്നു കയറിയത്, നമ്മളിപ്പോൾ ലാസ്റ്റിലാണ്. ഇവിടെ ഒരു 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് എൻജിൻ ചേഞ്ച് ആവുമോ എന്നൊരു ഡൗട്ട്. 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ടെങ്കിലും നമ്മുടെ വണ്ടി ഇവിടെ നേരത്തെ എത്തി. എൻജിൻ ചേഞ്ച് ഉണ്ട്, എൻജിൻ ചേഞ്ചായി. നേരത്തെ അവിടെ ഒരു അപ്പുറത്തെ സൈഡിലൊരു എൻജിൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നിയായിരുന്നു ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ 8:20 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. ഇനി 9:05 ഇവിടെ നിന്ന് വിടുള്ളൂ. അത്ര നേരം ഇവിടെ ഇരിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അയ്യോ എനിക്ക് വാഷ്റൂമിൽ പോണേ. അങ്ങനെ എൻജിനൊക്കെ മാറി നമ്മുടെ വണ്ടിയിലെ വില്ലുപുരത്ത് നിന്ന് എടുത്തു. നേരത്തെ ഇട്ടതുകൊണ്ട് തന്നെ കുറേ നേരം ഇവിടെ കിടക്കേണ്ടി വന്നു. കറക്റ്റ് 9:05 ആയപ്പോൾ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റേഷൻ പോണ്ടിച്ചേരി. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് എൻ്റെ ബാഗൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇനി ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങാനില്ല, ജസ്റ്റ് ഒന്ന് കിടന്നു. ഇനി പോണ്ടിച്ചേരി എത്തിയിട്ട് ബാക്കി വരും. അങ്ങനെ നമ്മളിത് ഓ ഗോഡ് നോക്കൂ എന്താണെന്ന് നോക്കി. അങ്ങനെ നമ്മള് പോണ്ടിച്ചേരി എത്തിക്കാണ് ഗൈസ്. നമ്മള് ഫ്രണ്ടിൽ വന്നേക്കുന്നതുകൊണ്ട് നമ്മള് ക്രോസ് ചെയ്ത് ഈ നല്ല ചൂടുണ്ട്. അടിപൊളി ചൂട്. രാവിലെ നല്ല തണുപ്പ്, ഉച്ചയ്ക്ക് നല്ല ചൂടുമാണ് തോന്നുന്നു. അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി, ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് പറയാം.
അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെളിയിൽ ഇറങ്ങി നമ്മളിനി ബൈക്ക് റെന്റൽ എടുത്തിട്ട് പോകാനായിട്ടാണ് പ്ലാൻ. ആ ട്രെയിനിൽ മുഴുവൻ ആൾക്കാർ ഇങ്ങോട്ടായിരുന്നേ. നമ്മളിപ്പോൾ ബൈക്ക് റെന്റലിന് എടുക്കാൻ പോവാണ്. സ്റ്റേഷന്റെ പുറത്തിറങ്ങിയിട്ട് ഒരു 260 മീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. നമ്മൾ ഇറങ്ങി വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു RPF ഒരു മാം വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല, അലൗഡഡ് അല്ല എന്ന് പറഞ്ഞു. നമ്മൾ നോർമലി റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലൊക്കെ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു അതിനൊക്കെ പെർമിഷൻ എടുത്തിട്ടാണ് എടുക്കേണ്ടത്. നോർമലി അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാനെൻ്റെ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നിടത്ത് പെർമിഷൻ നോർമലി എല്ലാവരും എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇനി അതിനെപ്പറ്റി ഒന്ന് നോക്കണം. അതുകൊണ്ട് തന്നെ സ്റ്റേഷനകത്ത് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു സ്റ്റേഷനാണ്. സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഇനി എനിക്ക് ക്യാമറ മീൻസ് മൂവീസിനൊക്കെ പെർമിഷൻ എടുക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ വ്ളോഗേഴ്സിന് പെർമിഷൻ എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഇനി നോക്കണം. ഇനിയിപ്പോൾ നമ്മളിതേ വണ്ടി റെൻ്റൽ എടുക്കുന്ന സ്ഥലത്തേക്ക് എത്തി. How many of them? How many? 2 days. 2 days, One vehicle. One vehicle, One vehicle. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് റെൻ്റൽ എടുക്കുന്നത്. റിയൽ ബൈക്ക് റെൻ്റൽ എന്നാണ് പേര്. ആദ്യം നമ്മളോട് എന്താ പറഞ്ഞ ആദ്യം 12 hours എന്നാണ് പറഞ്ഞത്. പിന്നെ 24 hours തന്നു. 500 rupees പെർ ഡേ വരുന്നത്. ഒരു മിനിറ്റ് ഞാനെല്ലാം ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് തരാം. vehicle video എടുത്തു. ഇത് കമ്പി. അങ്ങനെ വണ്ടിയൊക്കെ റെന്റിനെടുത്തു. ഇനി ബുക്ക് ചെയ്ത റൂമിലോട്ട് പോകണം. ഇവിടുന്ന് 6 കിലോമീറ്റർ കണ്ടുണ്ട് ബുക്ക് ചെയ്ത റൂം. ഇനി അങ്ങോട്ട് പോവാം. ഹലോ പോണ്ടിച്ചേരി. ഇതുവരെ പല്ല് വെച്ചിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പോണ്ടിച്ചേരിയുടെ ആരും പോകാത്ത വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വന്ന ഹോട്ടൽ. ഇങ്ങനെയുണ്ടെന്ന് ചെന്നിട്ടറിയാം. ഇവിടാണ് റിസപ്ഷൻ. നല്ല അന്തരീക്ഷം. ഇത്രയും ചൂടത്തൊരു തണുത്ത സ്ഥലം. നമ്മുടെ ഹോട്ടലിലെത്തിയേക്കാണ് ഗൈസ്. സ്വിമ്മിങ് പൂള്. ഇതാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു അന്തരീക്ഷമാണ്. ഇനി പോയി നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ നോക്കാം. അങ്ങനെ റൂമിൽ വന്നപ്പോൾ ഇവിടെ 1 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ 10:30 ആയതേ ഉള്ളൂ. എന്ത് തേങ്ങ ചെയ്യുമെന്നൊരു പിടിയില്ല. ബ്രഷ് ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ബ്രഷ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ എവിടെ വേണേലും പോകും, വന്നിട്ട് കുളിക്കാമല്ലോ. പക്ഷെ ബ്രഷ് ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് മൈ കൺസേൺ. എന്തെങ്കിലും ചെയ്യണം. പണിപാളി. ഈ ട്രിപ്പ് മൊത്തം പണിപാടുള്ളൂ. അതിന് ടിക്കറ്റ് ക്യാൻസലായി. ഇപ്പോൾ റൂം 1 മണിക്ക് പറ്റുമോ എന്ന് അവർ പറഞ്ഞു. എക്സ്ട്രാ ചാർജസ് പറഞ്ഞാൽ 600 രൂപ. ഞാൻ ഓക്കെ അന്ന് അത് പറഞ്ഞിട്ടും ഇല്ല പറ്റത്തില്ല. വാട്ട് ഈസ് ദിസ്? ഐ ഡോണ്ട് നോ. എന്തായാലും 1 മണിയാവാതെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇവിടുത്തെ പുറത്ത് വാഷ്റൂം ഉണ്ടായിരുന്നു, അവിടെ പല്ല് തേച്ചു, ഒന്ന് ഫ്രഷായി. കുളിച്ചിട്ടില്ല, വന്നിട്ട് വേണം കുളിക്കാൻ. പുറത്ത് പോയി എല്ലാം കഴിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ 11 മണി ആവുന്നതേ ഉള്ളൂ. 1 മണി വരെ എന്തായാലും ടൈം സ്പെൻഡ് ചെയ്യാണല്ലോ, ഇരിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വാ. അങ്ങനെ നമ്മളത് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. കൃഷ്ണ ഭവനിലാണ് വന്നേക്കുന്നത്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 2.5-3 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ഹോട്ടൽ ഒരു പട്ടിക്കാട്ടിലായിരുന്നു. പക്ഷെ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു വൈബുമാണ് ഇവിടെ. നമുക്ക് എല്ലാവരും നോക്കാം. നമുക്കൊന്ന് സീറ്റ് പിടിക്കാം. അങ്ങനെ
നമ്മളൊരു നെയ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ചമ്മന്തി വന്നു, സാമ്പാർ വന്നു, നെയ് റോസ്റ്റ് ഇനി വരാനായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഗീ റോസ്റ്റ് വന്നിരിക്കുകയാണ് ഗൈസ്. ഗീ റോസ്റ്റ് നോക്കി, ഭയങ്കര വലിയ ഗീ റോസ്റ്റ്. ഗീ റോസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്നിയിൽ നോക്കി വെച്ചോട്ടെ. സാമ്പാറിനോട് വലിയ താല്പര്യമില്ല, ഇങ്ങോട്ട് മിക്സ് ചെയ്ത് നോക്കാം. നല്ല ചട്നി, ദോശ ചെയ്താൽ നല്ല ടേസ്റ്റ്. തീർത്തിട്ട് വരാതെ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി തിരിച്ച് റൂമിൽ പോവാണ്, മീൻസ് ഹോട്ടലിൽ പോവാണ്. റൂമായില്ല, ഹോട്ടലിൽ പോവാണ്. കാരണം ഭയങ്കര ചൂട്. നാളെ എങ്ങനെ ഉച്ചയ്ക്ക് ഇറങ്ങുന്നു ഒരു പിടുത്തവും ഇല്ല. എന്തായാലും ഇറങ്ങാം. നീ ഇപ്പം റൂമിൽ പോയിട്ട് റൂമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി റൂമിൻ്റെ വിശേഷങ്ങൾ കാണിക്കാമേ. അങ്ങനെ നമുക്ക് 12:30 ആയപ്പോൾ റൂം അലോട്ട് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് റൂമിലോട്ട് പോവാം. 205 ആണ് റൂമിൻ്റെ പേര്. ശരി, 205 ആണ് റൂം നമ്പർ. ഓ, പൂളുണ്ടോ? പൂള് വൃത്തിയാക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ റൂം. സോഫ 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 ഹെൽമെറ്റ് ആവട്ടെ. അയ്യോ അയ്യോ അയ്യോ, എന്തൊക്കെ ഇനി വരാമെന്ന് അറിഞ്ഞൂടാ. ആദ്യം ടിക്കറ്റ് ക്യാൻസലായി, ജനറൽ കമ്പിയിൽ കിടന്നുറങ്ങി വന്നു. ഒന്നാമത് ജലദോഷം ഉണ്ടായിരുന്നു. പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം, എൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാണെങ്കിൽ BP കാര്യങ്ങളൊക്കെ ഉണ്ട്. BP കൂടാതിരിക്കാൻ വേണ്ടി കുറച്ച് നേരം കിടന്നുറങ്ങി. വന്ന ഉടനെ കറങ്ങാൻ പോകാം എന്നായിരുന്നു പ്ലാൻ. വന്നപ്പോൾ ദേണ്ട കേട്ടാ, എന്താ റൂം 1 മണിക്കേ കിട്ടുള്ളൂ. അപ്പോൾ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നാൽ പിന്നെ ഒരു 3-3:30 ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോ പോണ്ടിച്ചേരി നമ്മൾ കറങ്ങാൻ പോകുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.